നമസ്കാരം, എല്ലാവർക്കും ദ വേവിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് സ്വപ്നങ്ങൾ നെയ്തു തുടങ്ങുന്ന ചെറിയ ടൗണിലുള്ള കുട്ടികൾക്ക് മുന്നിലെ ആശങ്ക എന്നത് നഗരങ്ങളിലെ വലിയ സൗകര്യങ്ങളിൽ കളിച്ചും പരിശീലിച്ചും വളർന്ന കമ്പറ്റീറ്റേഴ്സിന് മുന്നിൽ തങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നതാകും. ആദ്യം ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിൽ തങ്ങളുടെ സ്ഥലത്തിന് ഇടമുണ്ടാക്കിയെടുത്ത് പിന്നീട് കാണികളുടെ മനസ്സിൽ ഇടം നേടിയ, അത് കഴിഞ്ഞ് ലോക ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിന് തലയുയർത്തി നിൽക്കാൻ ഇടം പിടിപ്പിച്ച രണ്ട് ക്യാപ്റ്റന്മാരുടെ കഥയാണ് ഞങ്ങളിവിടെ പറയാൻ പോകുന്നത്. കൊൽക്കത്ത, റാഞ്ചി എന്നീ സ്ഥലങ്ങളിൽ കളിക്കുന്നവരെ സംബന്ധിച്ച് ഒരു ഇന്ത്യൻ ജേഴ്സി തന്നെ വിദൂര സ്വപ്നമായിരുന്ന ഒരു കാലം. അവിടെ നിന്നാണ് രണ്ട് ചെറുപ്പക്കാർ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പരമോന്നതിയിലേക്ക് എത്തിച്ചേരുന്നത്. സൗരവ് ചണ്ഡിദാസ് ഗംഗൂലിയും മഹേന്ദ്ര സിംഗ് ധോണിയും. ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രം നോക്കിയാൽ ലാൻഡ്മാർക്കായി വിശ്വസിക്കുന്ന രണ്ടു പേരാണ് ഇവർ. രണ്ടു പേരുടെയും ക്യാപ്റ്റനായുള്ള തുടക്കത്തിന് ഒരു പ്രത്യേക സമയമുണ്ട്. ഇന്ത്യൻ ടീം ഏറ്റവും വലിയ നാണക്കേടിന്റെ വക്കിൽ എത്തി നിൽക്കുമ്പോൾ അപ്രതീക്ഷിതമായി ഏറ്റെടുക്കേണ്ടി വന്നതാണ് നായകത്വം. പലർക്കും അത്ര തൃപ്തിയല്ലാത്ത ഒന്നായിരുന്നു ഈ തീരുമാനം. മാനേജ്മെന്റിന് വേണ്ടതും ഒരു ബലിമൃഗത്തെ തന്നെയായിരുന്നു. തീരുമാനം പരാജയപ്പെട്ടാൽ അറുക്കാൻ വേണ്ടി വെള്ളം കൊടുത്ത് നിർത്തിയ രണ്ടു പേർ. അത്രയേ കരുതി കാണും. ബട്ട് ദീസ് ടു പീപ്പിൾ ഹാഡ് അതർ ഐഡിയാസ്. സൗരവ് ഗാംഗുലി ടീമിൽ വരുമ്പോൾ ഇന്ത്യ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ 2-0 പരമ്പര അടിയറ വെച്ച് നിൽക്കുകയാണ്. സച്ചിൻ ടെണ്ടുൽക്കർ ക്യാപ്റ്റൻ സ്ഥാനം രാജിവെക്കുന്നു. ക്യാപ്റ്റൻ ആകും എന്ന് കരുതപ്പെട്ട അജയ് ജഡേജയ്ക്ക് താല്പര്യമില്ലാത്തതിനാൽ ഗാംഗുലിക്ക് അത് ഏൽക്കേണ്ടി വരുന്നു. ആദ്യ കളിയുടെ പതർച്ച ഇല്ലാതെയാണ് അദ്ദേഹം കൊച്ചിയിൽ ടോസിനെത്തിയത്. ബാറ്റിങ്ങിനിറങ്ങിയ സൗത്ത് ആഫ്രിക്ക 200 മുകളിൽ വിക്കറ്റ് നഷ്ടപ്പെടാതെ 350 മുകളിൽ ഒരു സ്കോർ ലക്ഷ്യമാക്കി നീങ്ങുന്നു. ആ സമയത്ത് ഏകദിനത്തിൽ ബൗളിംഗ് പരിചയം പോലും ഇല്ലാത്ത ദ്രാവിഡിനെ കൊണ്ടുവന്ന് 2 വിക്കറ്റ് എടുത്ത് അവരെ 300-ൽ വരിഞ്ഞു കെട്ടി. മറുപടി ബാറ്റിങ്ങിൽ 7-നടുത്ത് RPL തുടക്കം കൊടുത്ത് സെറ്റ് ചെയ്ത മൊമെന്റം പരമ്പരയുടെ ടോൺ തന്നെയാണ് മാറ്റിയത്. പരമ്പര നേടുമ്പോൾ ലീഡിംഗ് റൺ സ്കോറർ ഗാംഗുലി ആയിരുന്നു. പക്ഷേ കറുത്ത അധ്യായം തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പരമ്പരയ്ക്ക് ശേഷം കോഴ വിവാദം പൊട്ടിമുളച്ചു. മുഹമ്മദ് അസറുദ്ദീൻ, അജയ് ജഡേജ, ഹാൻസി ക്രോണിയെ എന്നിങ്ങനെ സ്റ്റാർ പ്ലേയേഴ്സിന്റെ പേര് വെളിവായത് ക്രിക്കറ്റ് മതമാക്കിയ രാജ്യത്തിന് ഒരു ഷോക്കായിരുന്നു. പ്രതിഷേധം ആളിക്കത്തി തെരുവിൽ താരങ്ങളുടെ കോലം വെണ്ണീറാക്കി. കല്ലേറ് വാങ്ങിയ വീടുകളിൽ സാക്ഷാൽ സച്ചിന്റെയും വീടുണ്ടായിരുന്നു. ക്രിക്കറ്റിൽ നിന്നും ജനം അകന്നു തുടങ്ങി. ഇന്ത്യൻ ടീമിന്റെ അന്നത്തെ നിലയും വളരെ പരിതാപകരമായിരുന്നു. 8ാം സ്ഥാനത്ത് നിൽക്കുന്ന ഏഷ്യയ്ക്ക് പുറത്ത് ജയിക്കാൻ കഴിയാത്ത വെറും കടലാസ് പുലികൾ. അവിടുന്ന് അങ്ങോട്ട് ഒന്നുമില്ലായ്മയിൽ നിന്ന് തുടങ്ങി സച്ചിൻ, ദ്രാവിഡ്, കുംബ്ലെ എന്നിവരുടെ സഹായത്തോടെ, അതേപോലെ ഒരു പറ്റം ചെറുപ്പക്കാരുടെ സഹായത്തോടെ ഗാംഗുലി ഒരുതരം റീ എഞ്ചിനീയറിംഗ് നടത്തുകയായിരുന്നു. കാണികളുടെ മുന്നിൽ ചെന്നുപെടാൻ പോലും ഭയപ്പെട്ടിരുന്ന ഒരു ഇന്ത്യൻ ടീം ആത്മവിശ്വാസമുള്ള ഒരു കൂട്ടമായി മാറി. ഇന്ത്യയിലും വിദേശത്തും വിജയിച്ചു വന്നുകൊണ്ടിരുന്ന ഒരു ടീം ഒരു വലിയ മാറ്റം തന്നെ ആയിരുന്നു. മുന്നിൽ വന്നതിനെയെല്ലാം വെട്ടി നിരത്തി കുതിച്ചിരുന്ന സ്റ്റീവ് വോ നായകനായ ഓസ്ട്രേലിയയുടെ അശ്വമേധം നിർത്തിയത് മാത്രമല്ല, ഓസ്ട്രേലിയയിൽ അങ്ങോട്ട് പിന്നീട് നടത്തിയ പര്യടനവും ഒരു പുതിയ ഇന്ത്യൻ ടീമിനെ കാണിച്ചു തന്നിരുന്നു. ബ്രിസ്ബെയിനിൽ അടിപതറി നിരുപാധികം കീഴടങ്ങുന്ന ചരിത്രം ആവർത്തിക്കുമെന്ന് കരുതി ഇടത്തുനിന്ന് സൗരവ് ഗാംഗുലി കളിച്ച ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ഇന്നിങ്സ് ഉണ്ട്. ഒരു ടെസ്റ്റ് മത്സരത്തിൽ ഏതാണ്ട് 80 സ്ട്രൈക്ക് റേറ്റിൽ നേടിയ 144 തങ്ങൾ വന്നത് ചുമ്മാ പോകാനല്ല എന്ന് വിളിച്ചോതിയ ഒരു ഇന്നിങ്സ് ആയിരുന്നു. അവസാന ടെസ്റ്റിൽ സ്റ്റീവ് വോയുടെ ചെറുത്തുനിൽപ്പ് ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ അന്നവിടെ ചരിത്രം രചിച്ചേനെ. കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ടത് ഇത് മാത്രമായിരുന്നില്ല. 2003 ലോകകപ്പ് അടക്കം ഏതാണ്ട് 9ഓളം നോൺ ബൈലാറ്ററൽ സീരീസ് നഷ്ടമായി ഇന്ത്യക്ക്. എങ്കിലും സച്ചിൻ പോയാൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന തലമുറയിൽ ഒന്നിലധികം മാച്ച് വിന്നേഴ്സ് ഇന്ത്യക്ക് ഉയർന്നു വന്നു. അവരിൽ പല യുവതാരങ്ങളുടെയും അസാധ്യ പോരാട്ട വീര്യമായിരുന്നു പലപ്പോഴും ഫൈനൽ വരെയുള്ള യാത്രകളിൽ ഇന്ത്യക്ക് തുണയായത്. അതിലൊരാൾ ആയിരുന്നു നമ്മുടെ മഹേന്ദ്ര സിംഗ് ധോണി. അതിലൊരാൾ മാത്രമായിരുന്നോ എന്നാണ് ചോദ്യം. ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച റെക്കോർഡുള്ള പയ്യനെ അധികകാലം അവഗണിക്കാൻ സെലക്ടേഴ്സിന് ആകുമായിരുന്നില്ല. നീളൻ മുടിയും ആയി വന്ന MS ധോണി ജനഹൃദയങ്ങളിൽ ചേക്കേറാൻ അധികകാലം വേണ്ടി വന്നില്ല. ഗാംഗുലിക്ക് ശേഷം വന്ന ദ്രാവിഡിന്റെ കീഴിൽ ഇന്ത്യ വിജയിച്ചു കൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു ഇത്. പാകിസ്ഥാനെതിരെ അവരുടെ നാട്ടിലെ പരമ്പരയിൽ മഹി യുവി കോംബോയുടെ ഫിനിഷിംഗ് ഒരു സുപ്രധാന ഘടകമായിരുന്നു.
ടോപ്പ് ഓർഡർ വീണാലും കളിക്കാൻ ലോവർ മിഡിൽ ഓർഡറിൽ പ്ലേയേഴ്സ് ഉണ്ടായിരുന്ന ഒരു കാലം. എന്നാൽ വീണ്ടും എല്ലാം ഒരു വേൾഡ് കപ്പോടെ തകിടം മറിഞ്ഞു. സമീപകാല ലോകകപ്പുകളിലെ ഏറ്റവും നാണം കെട്ട തോൽവിയുമായി ഇന്ത്യ മടങ്ങിയപ്പോൾ മാനേജ്മെന്റിന് പുതിയ ഒരു ഇരയെ തേടേണ്ട സമയമായി. പലപ്പോഴും ആലോചിക്കാറുണ്ട് 2007 T20 വേൾഡ് കപ്പ് ഫലം മറിച്ചായിരുന്നുവെങ്കിൽ ഈ കാണുന്ന IPL തന്നെ ജന്മം കൊള്ളുമോ എന്ന്. വലിയ താരങ്ങൾ പിന്മാറിയപ്പോൾ അപ്രതീക്ഷിതമായി നായകനാകേണ്ടി വന്ന ധോണിയെ അവർ എങ്ങനെയാകും നോക്കിക്കണ്ടിരിക്കുക. വലിയ കൊമ്പന്മാർ പോയിട്ട് നടക്കാത്തതാണ് ഇവനും ഇവന്റെ പിള്ളേരും ചെയ്യാൻ പോകുന്നു എന്ന രീതിയിൽ നോക്കിയവരായിരുന്നു കൂടുതൽ. പാകിസ്ഥാനെതിരെയുള്ള ആദ്യ കളി ബൗൾ ഔട്ടിൽ ജയിച്ച് പ്രസ് മീറ്റിനെത്തിയ ധോണി താൻ ഇത് ആസ്വദിക്കുന്നുണ്ട് എന്ന് കാണിച്ചാണ് അവസാനിപ്പിച്ചത്. ഐ ക്യാൻ ബോസ്റ്റ് ടു മൈ കിഡ്സ് ദാറ്റ് ഐ ബീറ്റ് പാകിസ്ഥാൻ 3-0 ഇൻ എ ബൗൾ ഔട്ട് വിച്ച് നോ അതർ ഇന്ത്യൻ ക്യാപ്റ്റൻ കുഡ് എന്ന ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ ധോണിയിൽ വല്ലാത്ത ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കുട്ടി ക്രിക്കറ്റ് ചാമ്പ്യനായി ഇന്ത്യ നാട്ടിലെത്തുമ്പോൾ ആളുകൾ നാണക്കേടിൻ്റെ ആ ഒരു അധ്യായം മറന്നു കഴിഞ്ഞിരുന്നു. എന്നാൽ ജോഗീന്ദ്ര ശർമ്മയുടെ ലാസ്റ്റ് ഓവർ ഫ്ലൂക്ക് എന്ന് പറഞ്ഞവരും ഉണ്ടായിരുന്നു. അവർക്കുള്ള അടികളായിരുന്നു പിന്നീട് അങ്ങോട്ട്. ടെസ്റ്റ് ക്യാപ്റ്റനായി പരാജയമറിയാതെ 11 ടെസ്റ്റുകൾ. 2009 ടെസ്റ്റിൽ ആദ്യമായി 1-ാം റാങ്ക്. ഓസ്ട്രേലിയയിൽ CB സീരീസ് വിജയം. അങ്ങനെ 2011 വന്നെത്തി. ധോണിക്ക് തെളിയിക്കേണ്ടത് ഇവിടെയായിരുന്നു. ഒരു കളിയിലെങ്കിലും അയാളുടെ തീരുമാനങ്ങൾ പാളിയിരുന്നു എങ്കിൽ കഴുത്തിന് നേരെ കത്തി നീളുമായിരുന്നു. വിവാദമായേക്കാവുന്ന പല കാൽക്കുലേറ്റഡ് റിസ്ക്കും അയാൾ എടുത്തു. പ്രത്യേകിച്ച് ഫൈനലിൽ ഗാരി ഇറ്റ്സ് മുരളി ഐ തിങ്ക് ഐ ഷുഡ് ഗോ എന്ന് പറഞ്ഞ് യുവരാജിന് മുകളിൽ ഇറങ്ങുന്ന ആ ഒരു തീരുമാനം ഒടുവിൽ ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ട ഏറ്റവും മനോഹരമായ കാഴ്ചയായി ആ 6 മാറിയപ്പോൾ 28 വർഷത്തെ വേനലിൽ വർഷം പെയ്തിറങ്ങിയിരുന്നു. 199ാമത്തെ ഏകദിനത്തിൽ അയാൾ ഏകദിന നായകത്വം അവസാനിപ്പിക്കുമ്പോൾ ഒരു പക്ഷേ റെക്കോർഡ്സിൽ പോണ്ടിങ്ങിന്റെ ഓസ്ട്രേലിയ മാത്രമാവും മുന്നിൽ. 5 അതിൽ കൂടുതലോ രാജ്യങ്ങൾ കളിച്ച 11 ടൂർണമെന്റുകളിൽ ഫൈനലിൽ വന്ന ഇന്ത്യ 7 ജയിച്ചിരുന്നു. മറ്റു ക്യാപ്റ്റന്മാരിൽ നിന്ന് അയാളെ വേറിട്ട് നിർത്തിയിരുന്നത് ആകാശം ഇടിഞ്ഞു വീണാലും കുലുങ്ങില്ല എന്ന ആ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു. ധോണി വിക്കറ്റിന് പിന്നിലോ മുന്നിലോ ഉള്ളിടത്തോളം മത്സരം ഉറപ്പിക്കാൻ കഴിയില്ല എന്ന് മൈക്കൽ ക്ലാർക്ക് പറഞ്ഞ വാക്കുകൾ ആയിരിക്കണം ഓരോ എതിർ ക്യാപ്റ്റന്റെയും മനസ്സിൽ. വിജയിച്ചു നിൽക്കുന്ന ക്യാപ്റ്റന് പോലും ധോണിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അഡ്വാൻറ്റേജ് ആർക്കാണ് ശരിക്കും എന്ന് തോന്നിപ്പോകും. ഒരു തരത്തിലും സൈക്കോളജിക്കൽ അഡ്വാൻറ്റേജ് കൊടുക്കാതെ ഈ അപ്രോച്ച് തന്നെയാണ് ധോണിയെ വേറിട്ട് നിർത്തുന്നത്. റെക്വേർഡ് റൺ റേറ്റ് 10ന് മുകളിൽ കത്തി നിൽക്കുമ്പോൾ പോലും സിംഗിൾസ് ആൻഡ് ഡബിൾസ് എടുത്ത് കളിക്കുമ്പോൾ ധോണിക്ക് ഉറപ്പുണ്ട് അവസാന 2 ഓവറിൽ കത്തിക്കയറാൻ കഴിഞ്ഞാൽ മത്സരം കളയാതെ അവസാനം വരെ കൊണ്ടുപോയി ജയിക്കാൻ കഴിയുമെന്ന്. ആ നീക്കം വിജയിച്ച 26 മത്സരങ്ങളുണ്ട്. ഔട്ട് ഓഫ് 110 മാച്ചസ് ഹി വൺ ആസ് ഇന്ത്യൻ ക്യാപ്റ്റൻ. ധോണി വാസ് അൺബീറ്റൻ 26 ടൈംസ് ഇൻ സക്സസ്ഫുൾ ചേസസ്. പരാജയപ്പെട്ടിട്ടുണ്ട്, കാരണം അയാളും ഒരു മനുഷ്യനാണ്. പ്ലാൻ എയും പ്ലാൻ ബിയും പരാജയപ്പെടുന്നിടത്ത് പ്ലാൻ സിയുമായി വരാൻ അയാൾക്ക് കഴിയാറുണ്ട്. കുംപ്ലെയും ഭാജിയും പോയപ്പോൾ അശ്വിൻ ജഡേജ ദ്വയമായി മത്സരം ജയിപ്പിച്ചു. ഈ ഒരു കാര്യത്തിൽ ഐ ബിലീവ് ഹി മൈറ്റ് ഹാവ് ടേക്കൺ എ ലീവ് ഔട്ട് ഓഫ് ഗാംഗുലീസ് ബുക്ക്. വീരേന്ദ്ര സേവാഗ് എന്ന ടെസ്റ്റ് ക്രിക്കറ്റ് റീഡിഫൈൻ ചെയ്ത ഓപ്പണറിനെ ധാത സമ്മാനിച്ചപ്പോൾ മറുഭാഗത്ത് ഇന്ന് ലോകത്തിലെ ഏറ്റവും ഡിസ്ട്രക്റ്റീവ് ഓപ്പണറായ രോഹിത് ശർമ്മ ധോണിയുടെ സംഭാവനയായിരുന്നു. യുവരാജ് സിംഗ് എന്ന ലോകം കണ്ട ഡിമോളിഷർ ദാദയുടെ വിഷനായിരുന്നുവെങ്കിൽ വിരാട് കോഹ്ലി എന്ന റൺ മെഷീനാണ് ധോണി കണ്ടെത്തിയത്. ഇവരുടെ വളർച്ച ഇവരുടെ കഴിവ് കൊണ്ട് തന്നെയാണ്. എങ്കിലും ഏതോ ഒരു ഘട്ടത്തിൽ പ്രചോദനമായത് ക്യാപ്റ്റന്മാർ കാണിച്ച വിശ്വാസമാകണം. ഓസ്ട്രേലിയക്കെതിരെ ബ്രിസ്ബെയിൻ ടെസ്റ്റിലെ ഇന്നിങ്സിന് ശേഷം ഗാംഗുലിയെ അവിടുത്തെ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത് ക്യാപ്റ്റൻ കറേജസ് എന്നായിരുന്നു. അതായിരുന്നു അയാൾ. അസാമാന്യ ചങ്കൂറ്റത്തിന്റെ ഒരു ഉടമ. വിജയിക്കാൻ വേണ്ടി പല്ലും നഖവും ഉപയോഗിച്ച് പൊരുതുന്ന ദാദയെ കണ്ടിട്ടുണ്ട്. പരാജയങ്ങളിലും വിജയങ്ങളിലും അയാൾ വല്ലാതെ ഇമോഷണലായിരുന്നു. കാരണം അയാൾ അങ്ങനെയാണ്. മറുഭാഗത്ത് കളിക്കളത്തിൽ എന്ത് സംഭവിച്ചാലും കൂളായ ക്യാപ്റ്റൻ കൂൾ മഹി. തിരിച്ചടികൾ അയാളെ തളർത്തുന്നുണ്ടാകാം, മനസ്സിൽ ഒരു അഗ്നിപർവ്വതം തന്നെ ഒളിപ്പിച്ചിട്ടുണ്ടാകാം. എങ്കിലും ഓരോ പ്രതിസന്ധിയിലും അയാൾ അന്വേഷിക്കുന്നത് വാട്ട് ഈസ് നെക്സ്റ്റ് എന്നാണ്. ഇമ്മീഡിയറ്റ്ലി അവൈലബിൾ സൊല്യൂഷൻ കൊണ്ടുവരാൻ സാധിക്കാറുണ്ട്. ഹൃദയം കൊണ്ടായിരുന്നു സൗരവ് ഗാംഗുലി നയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇമ്പൾസീവായ ഡിസിഷൻ മേക്കിംഗ് ആയിരുന്നു ദാദയുടേത്. മഹിയുടേത് കരുക്കൾ നിരത്തിയിട്ട് ചെസ് മൂവ് പോലെയായിരുന്നു. കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ്. ഇന്ത്യയെ സംബന്ധിച്ച് കൂടുതൽ വർക്കായത് രണ്ടാമത്തേതാണെങ്കിലും നമ്മളെ ആവേശത്തിന്റെ കൊടുമുടിയിൽ എത്തിച്ചവയാണ് ആദ്യത്തേത്.
ചെറിയ ടൗണിൽ നിന്ന് വലിയ സ്വപ്നങ്ങളുമായി വണ്ടി കയറിയ രണ്ടുപേർ. ഒടുവിൽ ഇന്ത്യൻ ടീമിനെ സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ചവരും സ്വപ്നം സാക്ഷാത്കരിച്ചവരുമായിരുന്നു രണ്ടുപേരും. ഹാപ്പി ബർത്ത്ഡേ ധോണി ആൻഡ് ദാദ. Until next time, this is Jayaram Gopalakrishnan signing off.